കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയ്യോ വസു, നീ നിന്റെ ആലോചനകളും അയ്യോ അയ്യോ, എന്തൊരു പുകയത്. കാർത്തിക, കാർത്തിക. എന്താ ആന്റി? ദേഷ്യം തലേ കയറി നീ ഈ വീടിന് മൊത്തം തീയിട്ടോ? തീ കത്തിക്കലും പുകയുണ്ടാക്കലും ഒക്കെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ടാലന്റ് ആന്റി. പക്ഷെ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ വേറെ ആരായിരിക്കും ഇത് ചെയ്തേ? എന്താടി ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മനസ്സ്? നീ എന്റെ കൂടി ഒരു പാർട്ട്ണർ അല്ലേ? അതെ, നന്നായി നടക്കുന്നുണ്ടല്ലോ. ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയോ? ആ ഉണ്ണിച്ചെറുക്കം വെള്ളവും നീ പഴത്തൊരു ഇടാതിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഏയ് റോഡ് റോളർ, റെസ്റ്റ് ഇൻ പീസ് പറയാൻ വന്നപ്പോഴേക്കും ജീവനോട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കാ. നരകത്തിൽ പോകുന്ന കരുതിയതും എന്നിട്ട് ഇപ്പോഴും സ്വർഗത്തിലാ നിൽക്കുന്നത്. എന്താടോ കൊച്ചുമോനെ, ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് പോണോന്ന് നീ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടോ? ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ഇളയമ ജീവിക്കുന്നത്? ഇനി എത്ര നാൾ ഈ ഭൂമി ഇങ്ങനെ പരീക്ഷിക്കോ എന്തോ. കൊള്ളാലോടാ, ഭർത്താവ് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അപ്പോഴേ എന്നെ രണ്ടാം കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. അപ്പോ വീണ്ടും തുടങ്ങിയിരിക്കല്ലേ? ഇതെവിടെ നീ പോക? രാവിലെ ആരാ ഇവിടെ മുഴുവൻ തിരി കത്തിച്ചു വെച്ചേ? അതന്നെ ഞാനും ചോദിക്കുന്നേ. കാർത്തികയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു, നിനക്കും അറിയില്ലേ?
വസുവെടുത്തേക്കും കാർത്തികയ്ക്കും കാര്യം അറിയില്ലെന്ന് വെക്കാം. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഇളയമയ്ക്കും അറിയില്ല. എത്ര വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുക, എന്നിട്ടും എല്ലാം മറന്നുപോയല്ലേ? ആ എന്റെ ബർത്ത്ഡേ ആണല്ലേ? മരിച്ചു കിടക്കുമ്പോ കത്തിക്കുന്ന അഗർബത്തി ആരെങ്കിലും ജന്മദിനത്തിന് കത്തിക്കോളേമേ. എന്താടാ? ശരി, എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ? ആ നശിച്ച ദിവസം ഞങ്ങൾ എന്തിനു സെലിബ്രേറ്റ് ചെയ്യണം? പിന്നെ ഇന്നത്തെ ദിവസത്തിന് എന്ത് വിശേഷാടാ ഉള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഒരു മറവിയും. ഈ ദിവസമാ എന്റെ ഭാസ്കരേട്ടന്റെയും ഭാവനേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി. അതെ അഖിൽ, രാത്രി സംസാരിച്ചോണ്ടിരുന്നപ്പോ ചേച്ചി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഉടനെ തന്നെ എനിക്ക് വിഷ് ചെയ്യണം. നിനക്കും വേണമെങ്കിൽ പോയിന്ന് വിഷ് ചെയ്യാം. പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോ? വസുവേടത്തി പറഞ്ഞ പോലെ വിഷ് ചെയ്യാന്ന് പറയെങ്കിലും ചെയ്യാം. എല്ലാം അങ്ങനെ പറയണോ? ചിലതൊക്കെ കമ്പൽസറി ആയിട്ട് പറയേണ്ട കാര്യമാണ്. എന്താടി, അവന് നിന്നോട് ദേഷ്യമുള്ളത് പോലെ ഉണ്ടല്ലോ. ആന്റി അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കാണ് അഖിലിനോട് ദേഷ്യമുള്ളത്. എന്തിനാടി? നിങ്ങൾ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വളരെ നല്ലതാ. എനിക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞതാ. എല്ലാം ആ ഉണ്ണിക്കല്ലേ കൊടുക്കുന്നേ. അയ്യോ, നേരം വെളുത്തതുള്ള അപ്പോഴേക്കും ഇവിടെ തുടങ്ങി. അവൻ വെറുതെ പറഞ്ഞതാ മോളെ. ഇന്ന് ഭാസ്കറിന്റെ ഭാവനയുടെയും വിവാഹ വാർഷിക. ഇനിയിപ്പൊ ഇവിടെ കിടന്ന് അവരുടെ ചിരിയും കളിയും കണ്ട് നമ്മൾ സഹിക്കണം. വാ വാ. അയ്യോ, ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞതേയില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. വിവാഹ വാർഷിക ആശംസകൾ. താങ്ക് യു വസു. ആഹാ, ഓഹോ, നാണം വരുന്നുണ്ടോ? ചേച്ചി ഇതുപോലെ നാണത്തോടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒരു കല്യാണ പെണ്ണിന്റെ നാണമൊക്കെ ചേച്ചിയുടെ മുഖത്ത് കാണുന്നുണ്ട്. പോ വസു, എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. അപ്പൊ ചേച്ചി എന്നെ കളിയാക്കുന്നതോ? അതുകൊണ്ട് അപ്പൊ എന്നെ അങ്ങനെ കളിയാക്കാന്നാണോ? ഇല്ല ചേച്ചി, മനസ്സിൽ തോന്നിയത് അതേപോലെ പറഞ്ഞു. ചേച്ചിയുടെ മുഖത്തെ ഈ നാണമുണ്ടല്ലോ എന്ത് ഭംഗിയാക്കാണെന്ന് അറിയാമോ? ഇപ്പോഴേ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ചേച്ചിയുടെ കല്യാണ സമയത്ത് എന്ത് ഭംഗിയായിരുന്നിട്ടുണ്ടായിരിക്കും കാണാൻ. അല്ല ചേച്ചി, ഇതേ സമയത്ത് അന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? മണ്ഡപത്തിലേക്ക് പോവാനായിട്ട് എന്നെ എല്ലാരും കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഫീൽ എന്തായിരുന്നു? എങ്ങനെ ഇരിക്കാനാ, ഞാനും എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ ആയിരുന്നു. ഒന്ന് പറ ചേച്ചി. ആ സമയത്ത് ചേച്ചിക്ക് എന്താ തോന്നിയത്? ഭാസ്കരേട്ടനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുവായിരുന്നല്ലേ? സത്യം പറയട്ടെ വസു, ഏട്ടൻ പെണ്ണാണാൻ വന്നപ്പോ ഒരു വട്ടം കണ്ടു, നിശ്ചയത്തിന് വന്നപ്പോ രണ്ടാമത്തെ വട്ടം കണ്ടു. പക്ഷേ മുഖം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്താ ചേച്ചി ഇത്? 2 തവണ ഭാസ്കരേട്ടനെ കണ്ടു എന്നല്ലേ പറഞ്ഞേ? എനിക്ക് നാണം ഒരു വശത്തും ടെൻഷൻ ഒരു വശത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നോക്കാൻ പറ്റില്ല എനിക്ക്. ഏട്ടന്റെ മുഖം മനസ്സിൽ പതിഞ്ഞില്ലായിരുന്നു. അതിനിടയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുകയും നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുകയൊന്നും ചെയ്തില്ലേ? ആര്? നിന്റെ ചേട്ടനോ? നന്നായി പോയി. എന്താ? എന്റെ ഏട്ടന് എന്നെക്കാളും നാണവാ. ഓ, കല്യാണത്തിന് ശേഷവും ഭയങ്കര നാണമായിരുന്നു. 3-4 മാസം വരെ നന്നായിട്ട് സംസാരിക്ക പോലും ഇല്ലായിരുന്നു. ശരി, കല്യാണം കഴിക്കുന്ന സമയത്ത് എന്താ തോന്നിയത്? ഞാൻ
കല്യാണത്തിന് റെഡിയാവുമായിരുന്നു വസു. കല്യാണം നടക്കാൻ പോകുന്ന സന്തോഷം ഒരു വശത്ത്, ജനിച്ച വീട്, അമ്മയും അച്ഛനും, ബന്ധുക്കള്, സ്നേഹിതര്, അങ്ങനെ ഇവരെല്ലാം പിരിയേണ്ടി വരുന്ന സങ്കടം വേറൊരു വശത്ത്. മനസ്സില് ഒരുപാട് ചോദ്യങ്ങള്. അന്ന് വരെ മകളായിട്ട് ജീവിച്ച ഞാൻ ഒരു മരുമകളാകാൻ പോകുന്നു. അതുമാത്രമല്ല, വീട്ടിലെ മൂത്ത മരുമകള്. അമ്മയും അച്ഛനും എങ്ങനെയുള്ളതായിരിക്കും, ഏട്ടൻ എങ്ങനെയായിരിക്കും, ബാക്കിയുള്ളവരെങ്ങനെയായിരിക്കും, എന്നോട് എങ്ങനെയായിരിക്കും എല്ലാരും പെരുമാറുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്, ഇങ്ങനെ പലതരത്തിലെ ചോദ്യങ്ങള് മനസ്സിലുണ്ടായിരുന്നു. ആ ചിന്തകളോട് മണ്ഡപത്തിൽ പോയിരുന്നു. കല്യാണവും നടന്നു. അത് കഴിഞ്ഞ് ഈ വീട്ടിലും എത്തി. എന്നിട്ട് പിന്നെ എല്ലാം ഹാപ്പി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും സന്തോഷം തന്നെ കൂടുതല്. ഓക്കെ, ഇന്ന് ചേച്ചിയുടെ വിവാഹ വാർഷികമാണ്. അപ്പോ ഇന്നത്തെ രാത്രി ആ ദിവസത്തെ രാത്രി ഓർമ്മ വരുവോ? ആ ഒന്ന് പോവസു. നീ ഇതെന്തൊക്കെയാ പറയുന്നറിയോ? അല്ല, ഭാസ്കരേട്ടനെ കാണാനില്ലല്ലോ. എന്റെ പാവം ഭാവന ചേച്ചി കല്യാണം കഴിച്ചതിന് ആളെ ഒന്ന് അഭിനന്ദിക്കട്ടെ. ഇരിക്കേട്ടാ, ഇവിടെ ഇരിക്കേട്ടാ. എന്താണ് ഇതൊക്കെ? ഏട്ടാ, ഇതൊരു ആചാരം. എന്താ? ഇതൊരു മംഗല്യ സ്നാനം. എനിക്കെന്താ ഈ അടുത്താണോ കല്യാണം കഴിഞ്ഞേ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞതാടാ. പിന്നെന്താ ഈ പരിപാടിയൊക്കെ ഇപ്പോ? ഏട്ടന് അല്ലെങ്കിൽ ഒരു ദിവസം കുളിക്കാറില്ല, ഇന്നെങ്കിലും ഒന്ന് കുളിക്കാം. നീ എന്താടാ പരിഹസിക്കാണോ? എടാ ഭാസ്കർ മോനെ, ഇന്ന് നിന്റെ വിവാഹ വാർഷികല്ലേ? ആശംസകളെടാ. ഇത് വെറുതെ വാ കൊണ്ട് പറയുന്നതാണോ അതോ മനസ്സറിഞ്ഞ് പറയുന്നതാണോ? നോക്കടാ ഭാസ്കറെ, രാവിലെ തൊട്ട് ഈ കൊച്ചുമോൻ എന്നെ വറുത്ത് തിന്നോണ്ടിരിക്കുക. എത്ര തിന്നാലും നിങ്ങളുടെ തടി കുറയുന്നില്ലല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേട്ടാ. താങ്ക് യു മോളെ. മോനെ ഭാസ്കറെ, നിന്റെ വിവാഹ വാർഷികത്തിന് എനിക്കെന്താ ഗിഫ്റ്റ് ആയിരുന്നേ? ഗിഫ്റ്റുകളെയുമേ കൊടുക്കേണ്ടത്, അല്ലാതെ ഏട്ടനല്ല. അത് പിന്നെ അന്ന് ഇവന്റെ കല്യാണത്തിന്റെ എല്ലാ ജോലിയും കഷ്ടപ്പെട്ട് ചെയ്ത ഞാനാ. ഇളയമ്മ കരഞ്ഞോണ്ട് ജോലി ചെയ്യുന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇളയമ്മയ്ക്ക് എന്താ വേണ്ടെന്ന് പറയേ. ഒരു കാര്യം ചെയ്യാം, ഡയമണ്ട് നെക്ലേസിന്റെ ചോദിക്കാം. ആവശ്യത്തിൽ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട്. ബിപിയോ ഷുഗറോ എന്തെങ്കിലും വേണോ? പറയേ, അത് എത്ര വേണമെങ്കിലും തരാം. ചോദിക്കുന്നതിൽ കൂടുതലും തരും. എന്താ മോളെ, ഇവന്മാർ എന്നെ കളിയാക്കി കൊല്ലുകയാണല്ലോ. അതുകൊണ്ടാ പറയുന്നേ മിണ്ടാതിരിക്കാൻ. വിവാഹ വാർഷിക ആശംസകൾ ഭാസ്കരേട്ടാ. താങ്ക് യു മോളെ ബസു. നോക്കു ഭാവനെ, എന്നെ ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന കണ്ടോ? ഏട്ടനെ ഇവിടെ ഇരുത്താൻ അഖിലിനോട് പറഞ്ഞത് തന്നെ ഞാനാ. എന്തിന്? ദേഹത്ത് കടലമാവ് തേച്ച് എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? എഴുത്തി, ഇന്നൊരു ദിവസം ഏട്ടനെ വെറുതെ വിടാനേ പാടില്ല. തല മൊത്തം എണ്ണ തേക്കണം. എന്നും എന്നും തലേ തേക്കുന്നുണ്ടല്ലോ. ഇന്ന് സ്പെഷ്യലായിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കും. അപ്പോ സ്പെഷ്യലായിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? എന്തിനാ ധൃതി കാണിക്കുന്നത്? ഇപ്പൊ ചെയ്യാൻ പോവല്ലേ? അങ്ങനെ തന്നെ ഭാവനെ പതുക്കെ നന്നായിട്ടിരിക്കും. ഇനി കൈ 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 കൈ. ഇനി ഷോൾഡർ. അയ്യോ എന്റെ കൈ. അങ്ങനെ അങ്ങനെ തന്നെ. ഭാവനെ, ഞാനിപ്പോ താഴെ വീഴും. ഭാവനെ മിണ്ടാതിരിക്കും. അയ്യോ, ഭാവനെ, ഞാൻ താഴെ വീഴും.
ഞാൻ പറയുന്ന കേക്ക് പതുക്കെ. അയ്യോ ചേച്ചി ഒന്ന് പതുക്കെ. ഒന്ന് സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യ ഭാവനെ. അയ്യോ അകലെ ഒന്ന് നോക്ക്. നിർത്താതെ കണ്ടിന്യൂ ചെയ്യ. ആഴ്ക്കൊക്കെ നല്ലപോലെ ഒലിച്ചു പോട്ടെ. ഭാവനെ അങ്ങനെ തന്നെ. നിർത്ത്. Rum that on. Listen, my boy, we've got a style and fashion in the place. Breaking it down to the hot. If you know what I mean. ഭാവനെ ഞാൻ ചത്തു. പതുക്കെ. ഭാവനെ അകലെ ഒന്ന് പറ നീ. അങ്ങനെ തന്നെ. അതുപോലെ കേട്ടെന്നല്ല ഉഷാറല്ലേ? ഭാവനെ ഇതെങ്കിലും ഒന്ന് സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യണേ. സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാം. ഇതാണ് സ്മൂത്ത്. അടിക്കാതെ. ഇതെന്താ ഇങ്ങനെ തേക്കുന്നേ? ഇതെന്താ മുഖം അരച്ചു വയ്ക്കാണോ? ഭാവനെ അയ്യോ ചേച്ചി. ഭാവനെ വേണ്ട വേണ്ട വേണ്ട. എടുത്തി നല്ലപോലെ ഒഴിക്കുക. ഒഴിച്ചോ. അടിപൊളി സൂപ്പർ എടുത്തി. മതി. അതെ ഏട്ടാ. കോഫിയും ടീയൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റിലേക്ക് വാ. ഞാൻ ഏട്ടന് കോഫിയും ചായയും വേണമെന്ന് ചോദിക്കാനല്ല വന്നേ. ഇന്ന് ഭാവനച്ചിയുടെ ഇന്ന് ഏട്ടന്റെ ഏട്ടത്തിയുടെയും വെഡിങ് ആനിവേഴ്സറി. ഏട്ടൻ എങ്ങനെ അറിഞ്ഞേ? ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എനിക്ക് 14 വർഷമായിട്ട് അറിയാം. പിന്നെന്താ ഇന്നലെ എന്നോട് പറയാതിരുന്നേ? തനിക്ക് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാ ഏട്ടൻ തന്നെ അങ്ങ് വിചാരിക്കുവാണോ? സോറി. ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാ, ഏട്ടനും ഏട്ടത്തിക്കും ഗിഫ്റ്റ് കൊടുക്കണം. അതെങ്ങനെ അറിയാൻ പറ്റിയ? സോറി. അത് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാട്ടാ. ഇത്രയും രാവിലെ ഒരു ഗിഫ്റ്റ് ഷോപ്പുകളും തുറന്നിട്ടുണ്ടാവൂല. അതെല്ലേ. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അയ്യോ, ഇപ്പൊ എന്തിനാ ഇത്ര എക്സൈറ്റ് ആവുന്നേ? അതെന്താന്ന് വെച്ചാ, ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ എന്നെ സ്വന്തം അനിയത്തിയായിട്ട് കണ്ടത് ഭാവനേച്ചിയാ. ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയത്തി അല്ലാതിരുന്നിട്ട് കൂടി എന്നോട് എന്ത് സ്നേഹ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്താ എന്നെ പുകഴ്ത്തി എൻകറേജ് ചെയ്യാറുണ്ട്. ഞാൻ വിഷമിച്ചിരുന്ന എന്റെ അടുത്ത് വന്ന് നിന്ന് എന്റെ അമ്മയെ പോലെ എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കാറുണ്ട്. ഏട്ടത്തിയായിട്ട് കുറച്ച് ദിവസം പരിചയമുള്ള തനിക്ക് എത്ര എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ എനിക്കെങ്ങനെ ആയിരിക്കും? എന്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഏട്ടത്തിയാണ്. അവരുടെ കുഞ്ഞുങ്ങളെക്കാളും എന്നെ അഖിലാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. അമ്മയും അച്ഛനും ഏട്ടനും ആരായാലും എന്നോട് സംസാരിക്കാൻ പൊതുവെ മടി കാണിക്കാറുണ്ട്. പക്ഷെ ഏട്ടത്തി അങ്ങനെയല്ല.
എന്തുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയും. ഞങ്ങൾക്കൊരു ചേച്ചിയില്ലാത്ത കുറവ് ഏട്ടത്തി വന്നപ്പോഴാണ് തീർന്നത്. എന്ന് വെച്ചാ ഏട്ടൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നാണോ? അതെങ്ങനെ ഞാൻ മറക്കുമെന്ന്?